ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പാറുവിൻ്റെ അമ്മ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏറെ സന്തോഷത്തോടെ ഇവിടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഇന്നൊരു കൊച്ചു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം, കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെയുള്ള എല്ലാ കലാപരിപാടികളും കൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അല്ല, നമ്മുടെ വീട്ടിൽ എന്തുണ്ടാക്കുന്നോ അത് നമ്മളും നിങ്ങളും തമ്മിലൊരു ഷെയറിങ്. നിങ്ങളുണ്ടാക്കി തിന്നുന്നതിന് ഞങ്ങളെ കാണിക്കുന്ന എന്തിനാണെന്നൊരു തോന്നൽ വരും കാണുന്നവർക്ക്. അതല്ല, ഒരു രസം, ഒരു സംസാരം, കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരിക്കുക, അതൊക്കെയാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ പപ്പ ചെന്ന് ചിക്കനും വാങ്ങിച്ചുകൊണ്ടൊന്ന് വെച്ചു, പിന്നെ കപ്പയും മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മേടിച്ചില്ലായിരുന്നോ? എന്നാൽ പിന്നെ പോയി മേടിച്ചോണ്ട് പോരെ. അപ്പോൾ ഇന്നത്തെ പിന്നെ പാചകവും പപ്പ തന്നെയാണ് കേട്ടോ. അത് ചിക്കൻ മേടിക്കാൻ പോകണം പപ്പ. ഇന്ന് പപ്പ പറഞ്ഞത് ഇന്ന് അടുപ്പിൽ വെച്ച്, ഇണ്ടാലിയത്തിൻ്റെ ഉരുളിയിൽ അടുപ്പിൽ വെച്ച് ചിക്കൻ വേവിക്കുക. കുക്കറിനകത്ത് വേവിക്കുന്നതൊന്നും ഇഷ്ടമല്ല, ഗ്യാസിൽ വെക്കുന്നത് ഇഷ്ടമല്ല എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അതിനൊന്നും ടേസ്റ്റ് ഇല്ല. അപ്പം അങ്ങനെ ഉരുളിക്കകത്ത് വേവിക്കുന്ന ചിക്കൻ കറിയും കപ്പ പൊറുക്കും. ഇവിടെ എങ്ങനെ വന്നാലും കപ്പയാട്ടോ. പിന്നെ വേണമെങ്കിൽ ഒരു ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കാമെന്നൊരു കണക്കുകൂട്ടലുണ്ട്, സമയമുണ്ടെങ്കിൽ. ഇപ്പം തന്നെ മണി 7 പോകുന്നു. പിന്നെ വീട്ടിൽ ചെന്നിട്ട് വേണ്ടേ, വീട്ടിൽ ചെന്നിട്ട് അതിന് ഒത്തിരി പണികളുണ്ട്. കറിവേപ്പില എടുക്കണം. ചിക്കൻ ഇല്ലേ പോലും, ഓടി ഇറങ്ങി ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ടല്ലോ. അപ്പം അത് റെഡിയാക്കാൻ പറഞ്ഞിട്ട് പോകുന്നതെന്ന് തോന്നുന്നു കേട്ടോ, ഓർഡർ ചെയ്തിട്ട് പോകുന്ന. ആ ചിക്കൻ കടയിൽ ബീഫ് കിട്ടും, പന്നി കിട്ടും, ചിക്കൻ കിട്ടും, എല്ലാം ഇത് മൂന്നും കിട്ടുന്ന ഒരു കടയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഇൻട്രോ നമ്മുടെ സാമ്രാജ്യം എന്ന് പറയാം, ഞങ്ങളുടെ നാട്, ഞങ്ങളുടെ കവല, എന്തും കിട്ടുന്ന ഒരു കവലയാണ്. ഇല്ലേ? അപ്പോൾ ഞാൻ ഇൻട്രോ എടുത്തത് വെറുതെ ആയിപ്പോയി. ചിക്കൻ തീർന്നു പോയെന്ന് പറയാനായിട്ട് വന്ന കേട്ടോ പപ്പ. എന്നിട്ട് ഇനി അവിടെ പോർക്കുണ്ടെന്നാണ് പറഞ്ഞത്, പന്നി. അപ്പോൾ എന്നാൽ പിന്നെ അതാവുമ്പം 1 കിലോ മതി. അത് കൂടുതലായി കഴിഞ്ഞാൽ മടുപ്പാണ് എല്ലാവർക്കും. അതുകൊണ്ട് കപ്പ എന്തായാലും മേടിച്ച് വെച്ചല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയേക്കുവാണേ. പോയി അവിടെ ചെന്ന് നിൽക്കുവാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഇൻട്രോ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാ കൂട്ടുകാരും, സുഹൃത്തുക്കൾ, കുട്ടികൾ എല്ലാവരും ഇന്നൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാണ്. എൻ്റെ കട അടയ്ക്കാറായി വരുന്നു. 7 മണിയാകുമ്പോൾ അടയ്ക്കണം. ഇപ്പോൾ സമയം കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും അടയ്ക്കാൻ പോവുകയാണേ. അപ്പോൾ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ കടയടയ്ക്കും, ഞങ്ങൾ വീട്ടിലേക്ക് പോകും. ബാക്കി കാര്യങ്ങളൊക്കെ, വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം വീട്ടിൽ ചെന്നിട്ട്. ഓക്കെ, ഇതാട്ടോ നമ്മുടെ കപ്പ വേവിക്കാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. എന്നും കപ്പയാണോ എന്ന് ചോദിക്കും. ചപ്പാത്തിയുണ്ട്, ചപ്പാത്തി ഇഷ്ടമുള്ളവർക്ക് ചപ്പാത്തി എടുക്കാം, കപ്പ ഇഷ്ടമുള്ളവർക്ക് കപ്പ എടുക്കാം. അപ്പോൾ കപ്പയും ഇറച്ചിയാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. അരപ്പുണ്ടാക്കണം. കപ്പ നന്നായിട്ട് ഇത് വേഗമില്ലാത്ത കപ്പയെന്ന് തോന്നുന്നു കണ്ടിട്ട്. കണ്ടോ, കരിമ്പ് പോലെ ഇരിക്കുന്നു. എന്നാലും അരപ്പിട്ടെടുക്കണം. ഇതൊരു തൊണ്ടാണല്ലോ. ഈ കപ്പയ്ക്ക് നല്ല വേവുള്ള കപ്പയാണ്. അതുകൊണ്ട് തന്നെ കുറേ സമയമായി ഇരിക്കാൻ തുടങ്ങിയിട്ട്. കണ്ടോ, വേവായിട്ടില്ല. നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് വരണമെങ്കിൽ ഇച്ചിരി നേരം കൂടെ ഇരിക്കണം. എന്നിട്ട് നമുക്ക് ഇതുകൊണ്ട് ഇതിനുള്ള അരപ്പുണ്ടാക്കി വെക്കാം കേട്ടോ. പിന്നെ ഇത് കൂട്ടി കഴിക്കാനുള്ള സാധനം നമ്മുടെ അപ്പുറം അടുപ്പിലിരിപ്പുണ്ട് കേട്ടോ. കണ്ടോ, വിറകടുപ്പയിൽ ഉരുളിക്കകത്ത് പന്നിഫ്രൈ. പിന്നെ വിറകടുപ്പ് വെച്ചാൽ ഇച്ചിരി ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു വിറകിലും ഉണ്ടാക്കിയിരുന്ന. എപ്പോഴും ഇങ്ങനെ വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ സമയക്കുറവാണെങ്കിൽ നമ്മൾ കുക്കറിലിട്ട്
ഗ്യാസിലേക്ക് വെക്കും. സമയമുണ്ട്, നല്ല ഉണങ്ങിയ നല്ല വിറവുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതാണ്. ഇനി നമുക്ക് കപ്പ ഇളക്കി എടുത്താൽ മതി കേട്ടോ. ഇത് നമുക്ക് വാങ്ങി വയ്ക്കാം. അപ്പം നമ്മുടെ കപ്പ ഉണ്ടോ, അപ്പം നന്നായിട്ട് വെന്ത് കുഴച്ചെടുത്തേ. അപ്പോൾ കപ്പയും കറിയൊക്കെ ആയിട്ട് പോയി ഇരുന്ന് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഇതുണ്ടോ, ഫ്രൈ നമ്മൾ വേറെ പാത്രത്തിലേക്ക് കോരി മാറ്റി വെച്ചു. എന്നിട്ട് ആ ചട്ടിയിൽ ആ ഉരുളിക്കകത്ത് നമ്മളൊരല്പം കപ്പ ബിരിയാണി പോലെ ഒന്നുണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇച്ചിരി നല്ല ടേസ്റ്റ് കിട്ടും. മീറ്റ് മസാലയുടെയും ഇറച്ചിയുടെയും ഒക്കെ കൂടി ഒരുമിച്ച് ഉള്ള ഒരു നല്ല കപ്പപ്പുഴുക്കാണ്. തേങ്ങയൊക്കെ ചേർത്ത് കപ്പപ്പുഴുക്ക്, ഒരു കപ്പ ബിരിയാണി, ഒരു വെറൈറ്റി പുഴുക്കാട്ടോ ഒന്നുണ്ടാക്കുന്നത്. പച്ചക്കപ്പ പുഴുങ്ങിയതും പോർക്കിറച്ചി കറിയാക്കിയതും കേട്ടോ. ഇതുണ്ട്, പന്നിയിറച്ചി വേവിച്ച് ഉരുളിക്കകത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കപ്പ ബിരിയാണി പോലെ എടുത്ത കപ്പയും പോർക്ക് കറിയും കൂടെ ആട്ടോ. ഇത് പോർക്കെന്ന് പറയും, പന്നിയെന്നും പറയും. രണ്ടും ഞാൻ മാറി മാറി പറയും കേട്ടോ. രണ്ടും എൻ്റെ വായിലേക്ക് ആ വാക്കുകൾ വരും, അതുപോലെ പറയും. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആട്ടോ, ഒരു കൊച്ചു വീഡിയോ യൂട്യൂബിലേക്ക് ഇടുന്നത് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് കേട്ടോ. എല്ലാവരോടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓളെന്നുള്ള ഓപ്ഷൻ തന്നെ ഇനേബിൾ ചെയ്ത് നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാ സുഹൃത്തുക്കളും കൂട്ടുകാരും എല്ലാവരും. ഓക്കെ, നാളെ ഇതുപോലെ ഒരു കുഞ്ഞു വീഡിയോസുമായിട്ട് വരാവേ. കപ്പയുടെ ഇറച്ചിയുടെയും കൂടെ കഴിക്കാനായിട്ട് കപ്പ ഇഷ്ടമില്ലാത്തവർക്ക് പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്ന ചപ്പാത്തി ആട്ടോ. ഇതാണ് ചപ്പാത്തിയും പൊറോട്ടയും മാത്രം ഉണ്ടാക്കി കൊടുക്കുന്ന കടയുണ്ട്. അവിടെ നിന്ന് മേടിച്ച ചപ്പാത്തി ഉണ്ടോ, മുഴുത്ത ചപ്പാത്തിയാണ്. ഒരെണ്ണം 6 രൂപ. അപ്പോൾ ഇത് കൂട്ടി കഴിക്കുകയും ചെയ്യാം. ഇത് ചൂടാക്കുകയൊന്നും വേണ്ട കേട്ടോ. ചൂടോടെ കൊണ്ടുവന്ന കൈ പൊള്ളുന്നുണ്ട് എടുക്കുമ്പോൾ തന്നെ. ഇത്ര നല്ല ചൂടാണ്. ആലോചിക്കുക കിടന്ന് എന്താ ചെയ്യേണ്ടത്, എങ്ങോട്ടാ പോകേണ്ടതെന്നായിരിക്കും. ഇങ്ങോട്ട് കയറി വരാൻ പേടിയുണ്ടേ. ആരുമില്ലെങ്കിൽ അവൻ ശീഘ്രം ഇങ്ങോട്ട് കയറിപ്പോരും. ഇങ്കുറു എടാ ഇറങ്ങിപ്പോക്കേ അവിടുന്ന് പുറത്തിറങ്ങി പോകാൻ. എടാ പോടാ പുറത്ത്, എടാ പോടാ.